ഹായ് എവരി വൺ, വെൽക്കം ടു ജാൻകി ഡിസൈൻസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു, ഹാൻഡ് മെയ്ഡ് മാനിക്കിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ മാനിക്കിൻ. ഡ്രസ്സിങ്ങും ഫോട്ടോഷൂട്ടും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഇരുന്നപ്പോഴാണ് ഒരു മാനിക്കിൻ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ തോന്നിയത്. ഇതുണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡോൾ വെച്ചിട്ടാണ് ഞാൻ ഡെമോ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ ഡോൾ ഇട്ട പോലെ പഴയ ബനിയനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഴയ ഡ്രസ്സോ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് ചുറ്റി കൊടുത്ത ശേഷം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മാനിക്കിൻ പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് ചുറ്റിയ ശേഷം ആണ് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുത്തത്. ഇതുപോലെ വേസ്റ്റിൻ്റെ പോർഷൻ മുതൽ ഹിപ്പ് പോർഷൻ വരെ സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും ഭാഗത്തൊന്നും നമുക്ക് ഹിപ്പിൽ ചെയ്ത പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വെച്ചിട്ട് ചുറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ക്രോസായിട്ട് ചുറ്റിയ ശേഷം ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷനിലും ഒരു ഷോൾഡറിൻ്റെ പോർഷനിലും ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ ഏകദേശം റെഡി ആയാൽ ബാക്കിലും അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ നെക്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ ഞാൻ എൻ്റെ മേൽ ചെയ്തുകൊണ്ടാണ് ആ മാനിക്കിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്കിൽ ക്ലോത്ത് വരാത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നെക്ക് കവർ ചെയ്തതിൻ്റെ ശേഷം മാത്രം സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കത് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷനിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട ബനിയനും കൂടെ ചേർത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ പ്ലാസ്റ്റിക് റാപ്പർ ഉള്ളിൽ കവർ ചെയ്തിട്ടാണ് സെല്ലോ ടാപ്പ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് റാപ്പറും ഈ സെല്ലോ ടാപ്പും കൂടെ ചേർത്ത് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം സെല്ലോ ടാപ്പ് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പഴയ തുണി വെച്ചാണ് ഫില്ല് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ആദ്യം കുറച്ച് പഴയ തുണി വെച്ച ശേഷം സ്റ്റാൻഡായിട്ട് വയ്ക്കാൻ വേണ്ടി ഞാനൊരു നീളത്തിലുള്ള വുഡാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ വെച്ചിട്ട് പിന്നെ ബാക്കി പോർഷൻ എല്ലാം
പഴയ തുണി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ബാലൻസ് വരുന്ന ബനിയൻ ഉള്ളിലേക്ക് മടക്കി വെച്ച് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. കൈയിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് ബ്ലാക്ക് തുണി വെച്ചിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്ക് തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ ഭാഗത്തും സൈഡ് പോർഷനിലും താഴത്തെ ഭാഗത്തും ഒക്കെ ബോൾ പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് വേണ്ടതുപോലെ അതിൻ്റെ അതേ അളവിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പീസ് എടുത്തിട്ട് വേറൊരു ബ്ലാക്ക് തുണിയുടെ മേലെ വെച്ചിട്ട് ഇതുപോലെ സൈഡ് പോർഷനും ഷോൾഡർ പോർഷനും മാർക്ക് ചെയ്തിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ മാനക്കിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൈയുടെ പോർഷനും താഴത്തെ പോർഷനും മുകളിലെ പോർഷനും ഞാൻ ചെയ്തെടുക്കാനുണ്ട്. താഴത്തെ പോർഷൻ ഇതുപോലെ മടക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും മടക്കി വെച്ചിട്ട് കൈ വെച്ച് തുന്നി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ മടക്കി തുന്നി കൊടുക്കാം. ഇനി ഇതുപോലെ 3 വട്ടത്തിലുള്ള പീസസ് കട്ട് ചെയ്തെടുക്കുക. അതിൽ വലിയ പീസ് നെക്കിൻ്റെ പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 ചെറിയതും 2 കൈകളുടെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ചെയ്ത മാനക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഒരു ഉടുപ്പിട്ടിട്ട് കൂടെ കണ്ടു നോക്കാം. ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പ്ലാസ്റ്റിക് റബ്ബറും സെല്ലോ ടാപ്പും വേസ്റ്റ് ക്ലോത്ത് മാത്രം വെച്ചിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈസി ആയിട്ട് മാനക്കിൻ ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റുന്ന പോലെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. താങ്ക്